കീമിന്റെ പുതുക്കിയ റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. നാളേക്കായി മാറ്റിവച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമോ എന്നറിയിക്കാനും സുപ്രീംകോടതി നിർദ്ദേശിക്കുകയാണ്. ബി ബാലഗോപാലുണ്ട്. ബാലു, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കൂടി അറിയുന്നതിന് വേണ്ടിയാണോ നാളേക്ക് മാറ്റിയിരിക്കുന്നത്? സർക്കാരിന്റെ നിലപാടിനനുസരിച്ചായിരിക്കും ഇനി സുപ്രീംകോടതിയുടെ തുടർ നടപടികൾ ഉണ്ടാവുക? തീർച്ചയായും വളരെ ഹ്രസ്വമായ വാദം കേൾക്കലായിരുന്നു ഇന്ന് സുപ്രീം കോടതി നടന്നിരുന്നത്. കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായിരുന്ന പ്രശാന്ത് ഭൂഷൺ ഈ പുതുക്കിയ ഫോർമുല അനുസരിച്ച്, അതായത് ഇപ്പോൾ പുതുക്കിയ റാങ്ക് പട്ടികയ്ക്ക് ആധാരമാക്കിയ ഫോർമുല അനുസരിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അത് വലിയ തോതിലുള്ള നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫോർമുല മാറ്റിയ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആരാഞ്ഞിരുന്നത്. ഈ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ ഇന്ന് ഈ കേസിൽ ഹാജരാകാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഇല്ലായിരുന്നു. പക്ഷേ കോടതി മുറിയിൽ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്ന CK ശശി അദ്ദേഹം കോടതിയിലുണ്ടായിരുന്നു. തുടർന്ന് ഈ CK ശശിയെ കോടതി വിളിപ്പിക്കുകയും ഈ എന്താണ് സംസ്ഥാന സർക്കാർ ഇതിലുള്ള നടപടി, അതായത് ഈ കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നാളെ തന്നെ കോടതിയെ അറിയിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ സുപ്രീം കോടതി ചില നിർണായകമായ നിരീക്ഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ ഇവയാണ്. ഒന്നാമതായി കോടതി ചോദിച്ചത്, ഈ മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട മാറ്റം അവസാന നിമിഷം എന്തിനു വേണ്ടി വരുത്തി, അതായത് ഏറ്റവും അവസാന നിമിഷം എന്തിനു വേണ്ടി വരുത്തി എന്നായിരുന്നു കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത്, ഈ മാർക്ക് ഏകീകരണം സംബന്ധിച്ചുള്ള മാറ്റം ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ ഈ പ്രവേശന പരീക്ഷയിലുള്ള തയ്യാറെടുപ്പിനെ ബാധിക്കുന്നതല്ല. അത് ഈ പരീക്ഷയ്ക്കൊക്കെ ശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മാത്രമാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ മുൻപുള്ള അവരുടെ തയ്യാറെടുപ്പിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞത്, ഈ ഭാവിയിൽ ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചായിരിക്കും തങ്ങൾ ഇതിലൊരു ഇടപെടൽ നടത്തുക എന്ന സൂചനയാണെന്ന് കോടതി നൽകിയിരിക്കുന്നത്. കോടതി പറഞ്ഞത്, ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടപെടുന്നത് ചില സങ്കീർണതകൾ സൃഷ്ടിക്കും, പക്ഷേ ഭാവിയിൽ ഇത് ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ കോടതി ഒരു വ്യക്തത വരുത്താമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, നാളെ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ നിലപാട് എന്താണ്, വിധിക്കെതിരെ അപ്പീൽ നൽകുന്നുണ്ടോ എന്നറിയിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവസാന നിമിഷം എന്തിന് ഫോർമുല മാറ്റി എന്ന ചോദ്യവും സർക്കാരിനോട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അഭിഭാഷകൻ സംസാരിക്കുകയാണ്. അഭിഭാഷകൻ സുൽഫിക്കർ അലി സംസാരിക്കുകയാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സ്റ്റാൻഡേർഡൈസേഷൻ വഴി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയും വിവേചനവും കോടതി ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയുണ്ടോ നാളത്തെ സംസ്ഥാനം എന്തായാലും അപ്പീൽ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ നേരത്തെ നിലപാട് അറിയിച്ചത്? ഇല്ല, സർക്കാർ നമ്മളെ കൂടെ നിൽക്കുന്ന തന്നെയാണ്. കാരണം ഞങ്ങൾക്കും സർക്കാരിനും ഒരേ ഉദ്ദേശമാണ്. സ്റ്റേറ്റ് ബോർഡ് കുട്ടികൾ നേരിടുന്ന ഈ ഒരു വിവേചനം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം എന്നാണ്. അപ്പം ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് സർക്കാർ നമ്മുടെ കൂടെ കക്ഷി ചേരുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ. CBSE കുട്ടികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആഴ്ചയൊക്കെ ദിവസം കൂടി ഇപ്പോൾ നമുക്ക് ചേരുകയാണ്. നാളെ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നാളെ ഇത് നിലപാട് അറിയിക്കണമെന്ന് സംസ്ഥാനത്തോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിശദ പരിശോധനയിലേക്ക് ഈ സാഹചര്യത്തിൽ കോടതി കടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കിടക്കില്ല എന്നുള്ള കാര്യം, വിശദ പരിശോധനയിലേക്ക് കിടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. കാരണം ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ കോടതിയിൽ പെൻഡിംഗ് ആണെന്നും ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കിടക്കില്ല എന്ന് വ്യക്തമാക്കിയതാണ്. ഫ്യൂച്ചർ പർപ്പസിൽ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾക്കായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് SLP ഫയൽ ചെയ്താൽ നോക്കാമെന്നുള്ളത് ആണ് വ്യക്തമാക്കി. എനിവേ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരിക്കലും ഇനി അത് തിരിച്ചു വിളിക്കാൻ കോടതി ഉത്തരവുണ്ടാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. റാങ്ക് പട്ടികയിൽ ഒരു പുനരാലോചനയ്ക്കുള്ള സാധ്യത ഇല്ല എന്നതാണ് കോടതി നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്ത് ചെയ്യാനാകും, ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാകും എന്തായിരിക്കും കോടതി നോക്കുക? വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പോലെ 10,000-കണക്കിന് കുട്ടികൾ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഭാവി എത്രത്തോളം എങ്ങോട്ടൊക്കെ പോകും നമ്മൾ ഈ വിദ്യയാണ് തീരുമാനിക്കുക. ഇപ്പോൾ സർക്കാരാണ് ആകെയുള്ള പ്രതീക്ഷ. ഗവൺമെൻറ് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അബ്ജോദ് ഏതായാലും പന്ത് വീണ്ടും സർക്കാരിന്റെ കോർട്ടിലേക്ക് എത്തുകയാണ്. റാങ്ക് പട്ടികയിലെ മാറ്റത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഹ്രസ്വമായൊരു വാദം കേട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തിനാണ് അവസാന നിമിഷം ഫോർമുലയിൽ മാറ്റം വരുത്തിയത് എന്നതാണ് സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യം. ഒപ്പം ഹൈക്കോടതി ഉത്തരവിന് എതിരെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതും സുപ്രീം കോടതി ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ കോടതി നടപടികൾ നാളത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നത്.